പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ആസിഫ് അലി പിണങ്ങി പോകുമ്പം എലി ഇങ്ങനെ വിളിച്ചിട്ട് പ്ലീസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാവമായിട്ട് സംസാരിക്കണ്ടല്ലോ. അപ്പൊ ഇതില് എലിയുടെ ക്യാരക്ടർ ധ്രുവ് ചെയ്യണം. രജിഷ പിണങ്ങി ഇവിടെ നിൽക്കും. ആണാണ് ഞാൻ പറഞ്ഞ എലി ചെയ്ത പോലത്തെ ഭയങ്കര പാവമായിട്ട് സംസാരിക്കണം. എന്റെ പിണക്കം മാറ്റിയാ മതി. അതെ, ബേസിക്കലി അത് നല്ലതായിട്ട് പിണക്കം മാറ്റണം. വേഗം വിട്ടുകൊടുക്കരുത്, കട്ടക്ക് നിന്നോളണം. അപ്പൊ റെഡിയാണോ? ഹലോ ഹലോ, എന്താണ് ഇത്ര പ്രശ്നം? എന്താണ്? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ആരോ പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട്? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കണേ? ഞാൻ പിണങ്ങി നിന്നോട് ആരോ പറയാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. എടാ മനസ്സിലാക്കടാ, എടാ നമുക്ക് പറ്റുന്നില്ലടാ. അത് ആർക്ക് പറ്റുന്നില്ലെന്ന്? എനിക്ക്. അത് അവളുടെ അടുത്ത് കൊഞ്ചുമ്പം പറ്റുന്നുണ്ടായിരുന്നല്ലോ. എടാ അത് ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെയാണോ കൊഞ്ചുന്നേ? ഞാനൊന്നും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെയല്ലല്ലോ കൊഞ്ചുന്നേ. അത് പിന്നെ നീ പക്ഷെ പെണ്ണല്ലേ? ഞാൻ എന്ത്? അല്ല അങ്ങനെയല്ല. എന്നെ വിളിക്കണ്ട ഇനി. എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അത് മുള്ളു നിന്ന് ഇല വീണാലും ഇല നിന്ന് മുള്ളു വീണാലും മറ്റേ പഴഞ്ചൻ ഡയലോഗ് പഠിക്കാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. ആരുടെ കൂടെയാണ് വെച്ചാൽ പൊക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ എടാ ഇത്തവണ ക്ഷമിക്കും. മനസ്സില്ല ക്ഷമിക്കാൻ. ചേട്ടാ ഇത് നല്ല കൂത്ത്. ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ നിൽക്കണം, എന്റെ കൂടെ മാത്രം നിൽക്കണം. അല്ലാണ്ട് കണ്ട പെണ്ണുങ്ങളോട് മൊത്തം കറങ്ങി നടക്കാൻ അവരുടെ കൊഞ്ചാരുവാണെങ്കിൽ അങ്ങോട്ട് പൊക്കോളണം. എടാ അത് പിന്നെ അത് അവള് വന്നപ്പോ അവള് വന്ന് സംസാരിച്ചു. അത് ഫ്രണ്ട്സിനെ പോലെ ഡീൽ ചെയ്തപ്പോ ഈ കൊഞ്ചനും കുഴയാനും മറ്റേ ഉടുപ്പ് നല്ലതാണ്, മുടി നല്ലതാണ്, മൂക്ക് നല്ലതാണ്, കോപ്പ് നല്ലതാണോ ഒക്കെ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അത് ഉടുപ്പ് നന്നോണ്ടല്ലേ? എന്നോട് പറയാറൊന്നുമില്ലല്ലോ നല്ലതാണ്. 2-3 മാസമായി കണ്ടിട്ട് ലോക്ക്ഡൌണ്. ഞാൻ വരട്ടെ? ഇങ്ങോട്ടൊന്നും വരണ്ട. പിന്നെ ഫ്ലാറ്റിലോട്ട് അല്ലെങ്കിൽ ഒന്ന് കാണാൻ എന്താ ചെയ്യാ? ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു പറയും വീട്ടിൽ നിന്ന്. ശരി, വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് വീഡിയോ കോൾ ചെയ്യണ്ട. വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഈ കോഴിത്തരം. ഇല്ല ഇനി ഞാൻ ചെയ്യില്ല. ഇത് ഞാൻ ആക്ച്വലി കോഴിത്തരം അല്ലായിരുന്നു. ഞാനത് ഡ്രസ്സ് നല്ലതായോണ്ട് ഡ്രസ്സ് നല്ലതാന്ന് പറഞ്ഞതല്ലേ. ഡ്രസ്സ് നന്നാണെന്ന് പറയണ്ടോ? അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ട് പറയട്ടോ അവളുടെ ഡ്രസ്സ് നല്ല. നീ എന്തിനാ പറയണേ? ഓക്കെ, വീഡിയോ കോൾ. എന്തിനത്ര ദേഷ്യം? എന്തിനാ അറിയില്ലായിരിക്കും എന്തിനാ ദേഷ്യം. ഇത്ര നേരം പറഞ്ഞു തലയിൽ കൂടെ പോയില്ലേ? ഞാൻ മൊത്തം ഒന്നും കൂടെ പറയാം. വേണ്ട 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 വേണ്ട, പറയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു അത് ഡ്രസ്സ് നന്നായോണ്ട് ഡ്രസ്സ് നന്നായി എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ആരും എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ അല്ലേ? അറിയാലോ. എപ്പോഴാ ഫ്ലാറ്റിന്റെ ഇതിൽ വരുന്നത്? അപ്പൊ പോലീസിനെ വിളിക്കണ്ട. ശരി, ഇപ്പൊ വരട്ടെ? എത്ര മിനിറ്റ്? ഒരു 10 മിനിറ്റിലെത്താം. വന്നിട്ട് അവിടെ നിന്ന് 10 എത്തട്ടോളാം. ഓക്കെ, ശരി, ബൈ. നല്ലൊരു കൈയടി. ഭയങ്കര രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാണാനായിട്ട്. അത് നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പെട്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. നല്ല ക്യൂട്ടായിരുന്നു രണ്ടുപേരും. അടിപൊളിയായിട്ട് ചെയ്തു. ഇതൊരു പണിഷ്മെന്റ് ടാസ്ക് ആയിട്ടല്ല എനിക്ക് തോന്നിയത്. ഇത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളി.